ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് അയച്ച കത്തിലാണ് ഈ ഗുരുതരമായ ആരോപണമുള്ളത്. മുന്നണി മര്യാദകൾ CPM ലംഘിച്ചുവെന്നും കത്തിൽ പരാമർശമുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് AK സ്റ്റെഫിൻ ചേർന്നത്. സ്റ്റെഫിൻ, കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ദേശീയ സെക്രട്ടറിയോട് പറയുന്നത് വലിയ ഗൂഢാലോചന പിന്നിലുണ്ട്. ഗൂഢാലോചന എന്താണ്? RSS BJP നേതൃത്വമായി CPM ഗൂഢാലോചന നടത്തിയെന്നതാണോ? തീർച്ചയായിട്ടും രതീഷ്, അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ജനറൽ സെക്രട്ടറിക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അയച്ചിരിക്കുന്ന കത്തിലുള്ളത്. അതായത് ഈ PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണി മര്യാദകൾ CPM ലംഘിച്ചു എന്നുള്ളതാണ് കത്തിൽ പറയുന്നത്. അതോടൊപ്പം ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ LDFന്റെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ദുർബലപ്പെട്ടു. അങ്ങനെ ദുർബലപ്പെടുത്തിയെന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഇടത് സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം അപ്രതീക്ഷിതമാണ്. അത് LDFന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഒപ്പം തന്നെ ഈ കാര്യവുമായി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ CPMന്റെ നേതൃത്വത്തിനും മനസ്സിലാകും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയം എത്രത്തോളം ഗൗരവമായിട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതോടൊപ്പം അതിഗുരുതരമായ ആരോപണമാണ് ഘടകകക്ഷി കൂടിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതായത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട് ഈ ഒപ്പിടലുമായി ബന്ധപ്പെട്ട്. അത് എങ്ങനെയാണ്, എത്തരത്തിലാണ് എന്നുള്ളത് ഇനി വിശദീകരിക്കേണ്ടത് സർക്കാരും അതോടൊപ്പം തന്നെ CPMുമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വമാണ് ഇനി ഏതായാലും 4 മണിക്കുള്ള വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ലല്ലോ. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ CPI PM ശ്രീ പദ്ധതി കേന്ദ്രവുമായി ഒപ്പിടുമ്പോൾ, ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ ഗൂഢാലോചന നടന്നു, കോൺസ്പിറൻസി നടന്നു എന്ന് പറയുമ്പോൾ എന്ത് ഗൂഢാലോചനയാണെന്ന് കൂടി CPI വിശദീകരിക്കേണ്ടി വരില്ലേ? കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നതിന്റെ ഗൗരവ സാഹചര്യം എന്താണ്? ഇത് പതിവായ ഒരു രീതിയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഇത്തരം വിഷയമുണ്ടാകുന്ന കേന്ദ്രവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതോ അതിനപ്പുറത്തേക്ക് കേന്ദ്രം കൂടി ഇടപെടേണ്ട അതിപ്രധാനമായ ഒരു സങ്കീർണ രാഷ്ട്രീയ ഘട്ടമാണ് ഒരു തീരുമാനം? ആ തീരുമാനം എടുക്കണമെന്ന സ്റ്റാൻഡിലേക്കാണോ ബിനോയ് വിശ്വം? രതീഷ്, ഏതായാലും അങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക്, കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ പാർട്ടി നേതൃത്വം പോകാൻ ഉള്ള ഇടയില്ല. ഏതായാലും അത് ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിന് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ അക്കാര്യത്തിലെല്ലാം തന്നെ വേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇനി CPMനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളും CPIയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ സംശയിക്കേണ്ടതില്ല. കാരണം അത്രയധികം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് CPI കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ, അണികൾക്ക് മുന്നിൽ ഇതിന്റെ ഒരു മറുപടി നൽകേണ്ടതുണ്ട്. അതെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി സഹായമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടറി തേടിയിരിക്കുന്നത്. വലിയ ഗൂഢാലോചന എന്നൊരു ആരോപണം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വരുമ്പോൾ അതിന് ഗൗരവം വർദ്ധിക്കുകയാണ്. അത് ഇപ്പോൾ ഇരുട്ടിൽ നിർത്തുന്നത് CPMന്റെ മന്ത്രിയായിട്ടുള്ള, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയുമാണ്. ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി സർക്കാരിനോ CPMനോ കഴിയില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ അത് രാഷ്ട്രീയമായി CPMനും വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു കത്തയക്കാനിടയുണ്ടായ സാഹചര്യം, ഒരു കണക്കൂട്ടൽ കൃത്യമായി CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കാരണം എന്തുകൊണ്ട് ഒരു ഗൂഢാലോചന എന്ന ആ കത്തിൽ എഴുതണമെങ്കിൽ എന്താണ് അവർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന തെളിവുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒപ്പിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ CPI മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും കൂടുതൽ പ്രതികരണം അതിൽ നിന്ന് വരേണ്ടത് CPMന്റെ ഭാഗത്തു നിന്നാണ്, CPM നേതാക്കളുടെ ഭാഗത്തു നിന്നാണ്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് CPI തർക്കത്തിൽ PM ശ്രീ പദ്ധതി കേന്ദ്രവും സംസ്ഥാനവും ധാരണയിൽ എത്തിയതിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്, രാഷ്ട്രീയ രേഖയാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ്. ആ കത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ വിമർശിക്കുന്നു. രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒരു വലിയ കോൺസ്പിറസി അവിടെ ഉണ്ടായി എന്നതാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രത്തിലുള്ള CPIയുടെ നിലപാട്. അത് ഔദ്യോഗികമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPI ദേശീയ സെക്രട്ടറിയെ അറിയിച്ചിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട പാർട്ടിക്കുള്ളിലെ കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. എന്താണ് ഈ വിഷയത്തിലെ യഥാർത്ഥത്തിൽ CPIയുടെ സ്റ്റാൻഡ് എന്നത് നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് പാർട്ടിയുടെ ഔദ്യോഗികമായ രേഖയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്റ്റെഫിൻ, ഇത് എപ്പോഴാണ് ഈ കത്ത് കൊടുത്തത്? കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട യോഗത്തിൽ എന്തെങ്കിലും നിർദ്ദേശം നൽകിയതായുള്ള അറിവുണ്ടോ?
രതീഷ്, ഏതായാലും അക്കാര്യത്തിലെല്ലാം ഇനി തീരുമാനം വരേണ്ടത് ഈ 2 യോഗങ്ങൾക്ക് ശേഷമാണ്. എന്ത് നിലപാട് സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളും, അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് തീരുമാനം ഇതിലെല്ലാം ഉണ്ടാകും എന്നുള്ളത് ഇനി ഈ ചർച്ചകൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ബിജു പരവത്ത് കൂടി നമുക്ക് ഒപ്പമുണ്ട്. ഇനി ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി CPM-നും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമല്ലോ ഇതിൽ. തീർച്ചയായിട്ടും ഇന്ന് CPM-ന്റെ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യും. 3:30 MV ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇതിന് ഒരു രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഒരു വിശദീകരണം CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ CPI ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം കുറച്ചുകൂടി ഒരു രാഷ്ട്രീയമായി ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഇതൊരു സംസ്ഥാന വിഷയത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ലെന്നും ദേശീയ തലത്തിൽ കൂടി ഇത് ദേശീയ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കമായിട്ടാണ് CPI ഇതിനെ കണ്ടത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇടപെട്ട് ദേശീയ നേതൃത്വം കൂടി CPM-ന്റെയും CPI-യുടെയും ദേശീയ നേതൃത്വം ഇടപെട്ട് ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇടതുമുന്നണിയുടെ ഇടതുപക്ഷത്തിന്റെ കത്തിലും പറയുന്നത്, അതായത് സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി അതെ ഇടതുപക്ഷത്തിന്റെ ഒരു കെട്ടുറപ്പില്ലാതാക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ഇതിന് ഒരു വലിയൊരു ഇടതുപക്ഷ കെട്ടുറപ്പ് ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിലൂടെ ഉണ്ടായത്. 2009 കഥ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കമായിരുന്നു. CPIക്ക് പൊന്നാനി സീറ്റ് പതിവായി മത്സരിക്കുന്നതാണ്. അവിടെ ഹുസൈൻ രണ്ടത്താണിയെ മത്സരിപ്പിക്കാൻ വേണ്ടി അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ തീരുമാനമെടുക്കുന്നു. അക്കാര്യം CPI അറിയിക്കുന്നു. വലിയ എതിർപ്പുമായി വെളിയം ഭാർഗവൻ രംഗത്ത് വരുന്നു. അതിന് തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും 2 പാർട്ടി ഓഫീസുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി സ്വരത്തിൽ പിണറായിയും വെളിയവും വാർത്താസമ്മേളനം നടത്തുന്നു. CPIയുടെ ശക്തി ഞങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട്. തലശ്ശേരിയിൽ ഒക്കെ എന്താണ് സംഭവിച്ചത്, അന്ന് മത്സരിച്ചപ്പോൾ VR കൃഷ്ണയ്യർക്ക് എത്ര വോട്ടാണ് കിട്ടിയത് എന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്ന പരസ്യമായ വെല്ലുവിളിയേക്ക് പിണറായി വിജയനും എത്തുന്നു. പിന്നാലെ അന്ന് രാമേന്ദ്രൻ കടന്നപ്പള്ളി AK സെന്ററിനും MN സ്മാരകത്തിനുമിടയിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് സമവായ ചർച്ച നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അന്നുണ്ടായൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അതിനുശേഷം പിന്നീട് CPM ബന്ധം കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോകുന്നതും വെളിയും തന്നെ പിന്നാലെ അന്ന് പ്രശ്നമുണ്ടാക്കിയ RSPയും ജനതാദളിനെയൊക്കെ വിമർശിച്ച് രംഗത്ത് വരുന്നതൊക്കെ കണ്ടതാണ്. അന്നുണ്ടായൊരു സാഹചര്യം അത്രത്തോളം ഗൗരവമുള്ള ഗ്രാവിറ്റിയുള്ള വിഷയത്തിലേക്ക് ഇപ്പോൾ എത്തുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ അത്രയും വലിയ തർക്കത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി 4 മണിക്ക് മാധ്യമങ്ങളെ കാണും. CPI സംസ്ഥാന സെക്രട്ടറി സ്വാഭാവികമായും മാധ്യമങ്ങളെ കാണും. ഒരു ഏറ്റുമുട്ടൽ സ്വരത്തിലേക്ക് വീണ്ടും പോകുമോ എന്താണ് ഈ മണിക്കൂറിലെ വളരെ വലിയ കൗതുകം.